ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 10ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. ഉമർ രാജാവിൻ്റെ പുത്രി നുഷത്തിനും പുത്രൻ ദു അൽ മഖാനും 14 വയസ്സായി. അവരുടെ വിദ്യാഭ്യാസം അവസാനിച്ചു. ദു അൽ മഖാൻ സുന്ദരനും ധീരനുമായിരുന്നു. ആയോധന കലയിലും കുതിരസവാരിയും അഭ്യസിച്ചെങ്കിലും കവികളോടും പണ്ഡിതന്മാരോടും ഇടപഴകുന്നതിലാണ് അവൻ താല്പര്യം കാണിച്ചത്. അവൻ്റെ ഭക്തിയും സ്വഭാവശുദ്ധിയും ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ഒരു ദിവസം ഇറാഖിൽ നിന്നും മെക്കയിലേക്കും മദീനയിലേക്കും പോയ ഒരു സംഘം തീർത്ഥാടകർ യാത്രാമധ്യേ ബാഗ്ദാദിലെത്തി. അവരെ കണ്ടപ്പോൾ ദു അൽ മഖാൻ ഭക്തിപരവശനായി പിതാവിനെ സമീപിച്ചു. അച്ഛാ, ഞാനും ഇവരോടൊപ്പം തീർത്ഥാടനത്തിന് പോകട്ടെ എന്ന് ചോദിച്ചു. നീ ചെറുപ്പമാണ്. അടുത്ത വർഷം അല്ലാഹു അനുവദിക്കുമെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകാം എന്ന് ഉമർ രാജാവ് പറഞ്ഞു. അത്രയും കാലം ക്ഷമിച്ചിരിക്കാൻ എന്നാൽ മകൻ തയ്യാറായിരുന്നില്ല. അവൻ സഹോദരിയുടെ അടുത്ത് ചെന്നു. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പ്രിയ സഹോദരി, പ്രവാചകന്റെ ശവകുടീരം സന്ദർശിക്കാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ആരും അറിയാതെ ഞാൻ പോകും. നുഷത്തിനും അതേ ആഗ്രഹമായിരുന്നു. അവൾ പറഞ്ഞു, ഞാനും വരുന്നു. എനിക്കും മെക്ക സന്ദർശിക്കണം. ശരി, എന്നാൽ അങ്ങനെയാവട്ടെ. ഇന്ന് രാത്രി നമുക്ക് പോകാം. ആരോടും പറയരുത്. നുഷത്ത് സഹോദരൻ്റെ ഉടുപ്പ് ധരിച്ച് ആൺകുട്ടിയുടെ വേഷത്തിൽ കൊട്ടാരത്തിന് പുറത്തിറങ്ങി. കുറച്ച് പണം അവർ കരുതിയിരുന്നു. 2 ഒട്ടകങ്ങളുമായി ദു അൽ മഖാൻ അവിടെ കാത്തു നിന്നിരുന്നു. തീർത്ഥാടക സംഘത്തോടൊപ്പം അവർ യാത്ര തിരിച്ചു. അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് സുഖമായി മെക്കയിൽ എത്തിച്ചേർന്നു. അരാഫത്ത് കൊടുമുടിയിലെത്തിയ ദു അൽ മഖാനും നുഷത്തും സന്തോഷത്തോടെ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുകൊണ്ടു. പ്രവാചകന്റെ ശവകുടീരം സന്ദർശിച്ചു. അവിടെ നിന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ജെറുസലേം എന്ന് വിളിക്കുന്ന അബ്രഹാമിൻ്റെ പുണ്യനഗരം കാണാൻ അവർ പോയി. ഇത്തവണ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. കാരണം 2 പേർക്കും പനി ബാധിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നുഷത്തിൻ്റെ രോഗം മാറിയെങ്കിലും ദു അൽ മഖാന്റെ സ്ഥിതി വളരെ വഷളായി. ജെറുസലേമിലെത്തിയപ്പോൾ ഒരു സത്രത്തിലെ കൊച്ചുമുറിയിൽ സഹോദരനെ കിടത്തി നുഷത്ത് ശുശ്രൂഷിച്ചു. അന്യനാട്ടിൽ അപരിചിതരുടെ ഇടയിൽ ആശ്രയത്തിന് ആരുമില്ലാതെ അവർ ബുദ്ധിമുട്ടി. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. ഉടുതുണിയൊഴിച്ച് മറ്റെല്ലാം വിൽക്കേണ്ടി വന്നു. ഒരു ദിവസം അബോധാവസ്ഥയിലായ സഹോദരൻ്റെ അടുത്തിരുന്ന് നുഷത്ത് കരഞ്ഞു. പെട്ടെന്ന് കണ്ണു തുറഞ്ഞ് സഹോദരൻ പറഞ്ഞു, എൻ്റെ രോഗം ഭേദമായെന്ന് തോന്നുന്നു. എനിക്ക് വിശക്കുന്നു. അല്പം ഇറച്ചിക്കറി കിട്ടിയെങ്കിൽ. എൻ്റെ കയ്യിൽ പണമില്ലല്ലോ. തെരുവിൽ ചെന്ന് യാചിക്കാൻ മനസ്സ് വരുന്നില്ല. നാളെ ഏതെങ്കിലും ധനികൻ്റെ വീട്ടിൽ ജോലിക്ക് നിർത്തുമോ എന്ന് ചോദിക്കാം. എനിക്കതിന് മടിയില്ല. പക്ഷേ പകൽ മുഴുവൻ നീ തനിച്ചാകുമല്ലോ എന്ന പേടി മാത്രമേ ഉള്ളൂ. നമ്മെ ബാഗ്ദാദിലെത്തിക്കാൻ അല്ലാഹു കരുണ കാണിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ് നുഷത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ അയൽക്കാരൻ ദാനം നൽകിയ കരിമ്പടം കൊണ്ട് സഹോദരനെ പുതപ്പിച്ച് അവനോട് യാത്ര പറഞ്ഞ് ജോലി അന്വേഷിച്ചിറങ്ങി. അന്ന് പകലും രാത്രിയും അടുത്ത ദിവസവും ദു അൽ മഖാൻ സഹോദരിയെ കാത്തിരുന്നു. പക്ഷേ അവൾ വന്നില്ല. 2 ദിവസം പട്ടിണി കിടന്ന അവൻ എണീറ്റ് നിൽക്കാൻ ശക്തിയില്ലാതെ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തിറങ്ങി സത്രം കാവൽക്കാരൻ്റെ സഹായത്തോടെ കമ്പോളത്തിലെ ഒരു പീടിക വരാന്തയിൽ ചെന്നിരുന്നു. അവൻ്റെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ വഴിപോക്കർ പിരിവെടുത്ത് ആഹാരം വാങ്ങിക്കൊടുത്തു. മിച്ചം വന്ന 30 ദർഹം എന്ത് ചെയ്യണമെന്നന്വേഷിച്ചപ്പോൾ ഒരു വയസ്സൻ പറഞ്ഞു, ഇവനെ നമുക്ക് ബാഗ്ദാദിലെ ആശുപത്രിയിലാക്കാം. ഇവിടെ കിടന്നാൽ ചിലപ്പോൾ ചത്തുപോകും. എല്ലാവരും അതിനോട് യോജിച്ചു. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലാക്കാമെന്ന് പറഞ്ഞ് ആഹാരവും വെള്ളവും അടുത്തു വെച്ചിട്ട് അവർ പോയി. അന്ന് അവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. ആഹാരം കഴിക്കാനുള്ള ശക്തി പോലും അവനുണ്ടായിരുന്നില്ല. രാവിലെ കമ്പോളത്തിലെ നല്ല മനുഷ്യർ ഒരു ഒട്ടകത്തെ വാടകയ്ക്കെടുത്ത്
അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു. അയാൾ ആളൊഴിഞ്ഞ ഒരു തെരുവിലെത്തിയപ്പോൾ ചാകാറായ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് എന്തിന് എന്ന് പറഞ്ഞ് അടുത്തുള്ള സ്നാനഘട്ടത്തിന് മുന്നിലെ വിറക് കൂനയ്ക്ക് മുകളിൽ ബോധരഹിതനായ ദു അൽ മഖാനെ കിടത്തിയിട്ട് പോയി. വെളുപ്പിന് സ്നാനഘട്ടത്തിൻ്റെ വാതിൽ തുറക്കാനെത്തിയ സൂക്ഷിപ്പുകാരൻ അനക്കമില്ലാതെ കിടന്ന ബാലനെ കണ്ടു. ആരാണ് ഈ പ്രേതത്തിനെ ഇവിടെ കൊണ്ടിട്ടത് എന്ന് ചോദിച്ചു. വിറക് കൂനയിൽ നിന്ന് അവനെ താഴേക്ക് വലിച്ചിടാൻ ഒരുങ്ങി. അപ്പോൾ ആ ശരീരം അനങ്ങി. ആഹാ, പ്രേതമല്ല അല്ലേ, കറുപ്പ് തിന്ന് മയങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. എണീക്ക്, കള്ളുകുടിയാ, കറുപ്പ് തീറ്റിക്കാരാ, എണീക്ക്. രോഗം മൂലം അവശനാണെങ്കിലും സുന്ദരനായ ബാലനാണ് അതെന്ന കാര്യം അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. ഓ, ഞാൻ ഈ പാവത്തിനെ തെറ്റിദ്ധരിച്ചല്ലോ, അല്ലാഹു പൊറുക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ ദു അൽ മഖാനെ ചുമലിലെടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന് ആവശ്യമായ ശുശ്രൂഷകൾ നൽകാൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. വൃത്തിയുള്ള കിടക്കയിൽ അവനെ കിടത്തി. കൈകാലുകൾ കഴുകി മുഖം പനിനീർ കൊണ്ട് തുടിച്ചു. കുടിക്കാൻ സർബത്തും ധരിക്കാൻ നല്ല ഉടുപ്പും കൊടുത്തു. ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെ ഫലമായി ദു അൽ മഖാൻ മരണവക്രത്തിൽ നിന്നും സാവധാനം രക്ഷപ്പെട്ടു. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നു കണ്ട് ഷഹറസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി വീണ്ടും അവർ കഥ പറയാൻ ആരംഭിച്ചു. ദു അൽ മഖാന്റെ രോഗം സാവധാനം ശമിച്ചു തുടങ്ങി. കണ്ണു തുറക്കാനും തല ഉയർത്തി വയ്ക്കാനും കഴിയുമെന്നായി. ക്രമേണ 3-4 ദിവസം കൊണ്ട് പനി മാറി എഴുന്നേറ്റിരുന്നു. തുടർന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.